എന്റെ ഫോക്കസ് എന്ന് വെച്ചാൽ ലോകം മൊത്തം സൈക്കിളെ ലോകം മൊത്തം സഞ്ചരിക്കണമെന്നാണ് ആണല്ലേ എന്റെ ഡ്രീം. ഒരു ഹോട്ടലും പുള്ളി താമസിക്കില്ല. ഇന്ത്യൻ ഓയിലിന്റെ പമ്പിൽ കയറിയിട്ട് ഞാനിവിടെ കിടന്നോട്ടെ എന്ന് ചോദിക്കും. ഫുള്ളായിട്ട് പേപ്പറും കൊണ്ട് ഉണ്ടാക്കിയത്. മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം കേട്ടോ. നമ്മുടെ നാട്ടിൽ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളും ഉണ്ട്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാട്ടോ ദീ വരുന്ന ഒരാൾ. ഇയാളെ കണ്ടാൽ വലിയൊരു വലിപ്പമൊക്കെ തോന്നി പോലും, പക്ഷെ ആൾക്ക് അത്രയ്ക്ക് വലിയ വലിപ്പമോ പ്രായമോ ഇല്ലാത്ത ഒരാളാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയാം, ഷോൺ എന്നാണ് പേര്. ഇദ്ദേഹം ചെയ്യുന്നൊരു ആക്ടിവിറ്റിയെക്കുറിച്ച് നമുക്കൊന്ന് പറയാം. അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇദ്ദേഹം സൈക്കിളിൽ യാത്ര ചെയ്യാണ്. അല്ലേ ഷോണെ? യാത്ര ചെയ്യാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയ സുഹൃത്തായ കാർത്തിക് സൂര്യ കേട്ടോ. കാർത്തിക് സൂര്യ ഈ വീഡിയോ കാണുന്നത്. കാർത്തികിന് ഒരുപാട് തവണ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടതിന് ശേഷം കാർത്തിക് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തു. ഞാൻ എന്തായാലും ഷോണിൻ്റെ നമ്പറും തരാം. ഓക്കെ, ഷോണിൻ്റെ ഏറ്റവും വലിയ ഷോണിനെ പറയുമ്പോൾ വേറെ കാര്യം, ഷോണ് 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൾ സൈക്കിളുമായിട്ട് കറങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷോൺ പഠിക്കാനൊക്കെ വലിയ മിടുക്കനാണ്. അത് മാത്രമല്ല, ഷോണിൻ്റെ പാരൻസൊക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഷോണിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? സൈക്കിളിൽ പോകുന്നതുകൊണ്ട് അതിലൊരു മെസ്സേജാണ് ഞാൻ കൊടുക്കുന്നത്. എന്താ മെസ്സേജ് എന്ന് വെച്ചാൽ ചപ്പ് പറക്കിയ ഒരു കേരള യാത്ര. ചപ്പ് പറക്കിയ ഒരു കേരള യാത്ര, അതാണോ ഫ്രണ്ട് എഴുതി വെച്ചേക്കുന്നത്? ചപ്പ് പറക്കിയ ഒരു കേരള യാത്ര. ചപ്പ് പെറുക്കിയ ഒരു കേരള യാത്ര. എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോ ഒരു 15 വയസ്സ് തൊട്ട് ഒരു 25-30 വയസ്സ് വരെയുള്ള എല്ലാവരും നമ്മളിപ്പം വെള്ളം കുടിച്ചിട്ടായാലും നമ്മള് വാട്ടർ ബോട്ടിൽസ്, പ്ലാസ്റ്റിക് ബോട്ടിൽസ് നമ്മൾ റോഡിലോട്ട് എറിയുകയും ചെയ്യുന്നു. ശരി. അപ്പം ഞാൻ അങ്ങനെയൊക്കെ എറിയുന്ന ബോട്ടിൽസ്, അത് എൻ്റെ പുറകെ ഒരു കവറുണ്ട്. ആ കവറിനകത്ത് ഞാൻ നമ്മള് ഇടും. എന്നുവെച്ചാൽ കളക്ട് ചെയ്തിട്ട് അടുത്ത് കാണുന്ന പബ്ലിക്കായിട്ട് കാണുന്ന ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഞാൻ അതുകൊണ്ട് നിക്ഷേപിക്കും. സത്യം പറഞ്ഞല്ലേ ഷോണെ, എന്നെ ഏറ്റവും വലിയ ഇൻസ്പയർ ചെയ്ത കാര്യം, ഇപ്പോൾ ഒരുപാട് കുട്ടികളൊക്കെ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് അവർ യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഷോൺ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ആഗ്രഹമാണ് പ്രകടിപ്പിച്ചത്. എന്താ പറയാ, സൈക്കിളിൽ അങ്ങ് അല്ലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്യുക, എന്നിട്ടൊരു സന്ദേശം കൊടുക്കുക എന്നുള്ള കാര്യം. ഇതിന് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന വീട്ടുകാരും ഉണ്ട്, കൂട്ടുകാരും ഉണ്ട്. ആണല്ലേ? ഓക്കെ. ഈ ഒരു സൈക്കിളിൽ ഇപ്പൊ ഷോൺ ഇപ്പൊ എത്ര രൂപ വാങ്ങിച്ചപ്പോൾ? ഞാൻ മേടിച്ചപ്പോ ഏകദേശം 1,00,000 രൂപയായി. ഓക്കെ. ആണല്ലേ? എന്താ ഷോണിന്റെ ഏറ്റവും വലിയ ഫോക്കസ് ലൈഫിൽ? എന്താ എത്തിരണം എന്നുള്ള? എന്റെ ഫോക്കസ് എന്ന് വെച്ചാൽ ലോകം മൊത്തം സൈക്കിളെ ലോകം മൊത്തം സഞ്ചരിക്കണമെന്നാണ് ആണല്ലേ എന്റെ ഡ്രീം. ഓക്കെ. എന്തായാലും വളരെ സന്തോഷം. ഷോണ് ലോകത്തിന്റെ നെറുകളിലേക്ക് എത്തട്ടെ. ഷോൺ എന്താ പറയുക, വളരെ വ്യത്യസ്ത ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. പ്ലാസ്റ്റിക് ഇതിലിപ്പോ പ്ലാസ്റ്റിക് കവറുകളിൽ എന്തെങ്കിലും ഉണ്ടോ? വരുന്ന വഴിക്ക് നമ്മുടെ ആലപ്പുഴ ബീച്ചിന്റെ അവിടെ നമ്മുടെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഉണ്ടായിരുന്ന എല്ലാ ബോട്ടിൽസും അവിടെ നിക്ഷേപിച്ചു. ആണല്ലേ? അപ്പൊ ഇനി ബോട്ടിലൊക്കെ എങ്ങനെ കളക്ട് ചെയ്യും? പോകുന്ന വഴിക്ക് നമ്മള് കളക്ട് ചെയ്യും. അപ്പൊ ഷോൺ ഷോൺ ഇപ്പൊ ഷോൺ ഒരു പയ്യനാണ്. ഒരു സങ്കടം തോന്നിയ കാര്യം, നമ്മുടെ വഴിയരികിലൊക്കെ എന്തെങ്കിലുമൊക്കെ നിക്ഷേപിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ടോ? ഒന്നുമില്ല. ഇല്ല അല്ലേ? സങ്കടം വന്ന കാരണം? ഈ സങ്കടം വന്ന കാരണം തന്നെയാണ്. എന്താ വെച്ചാൽ ഞാൻ തിരുവനന്തപുരം കഴിഞ്ഞിട്ട് നമ്മുടെ പന്തളം വരെ വന്നു. ഒരു പബ്ലിക്കായിട്ടുള്ള വേസ്റ്റ് ബാസ്ക്കറ്റ് ഇല്ല. എന്ന് വെച്ചാൽ നമ്മള് വേസ്റ്റ് എറിയുന്നതിന് അവിടെ എല്ലാം ക്യാമറ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഇതാണ്, ഒരു സങ്കടകരമായ ഒരു കാര്യമാണ്. പക്ഷെ നമ്മള് തിരുവനന്തപുരം തൊട്ട് പ്ലാസ്റ്റിക് പറക്കുവാണ്. അപ്പൊ ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഇല്ല അവിടെ. അപ്പൊ അത് വലിയൊരു സങ്കട കാര്യമാണ്. പിന്നെ ഒരു പബ്ലിക്കായിട്ടുള്ള വേസ്റ്റ് ബാസ്ക്കറ്റ് കണ്ട പന്തളം കഴിഞ്ഞിട്ടുള്ള ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ആണ് കണ്ടത്. ഒരു പെട്രോൾ പമ്പിന്റെ സൈഡിലായിട്ട് ഒരു പബ്ലിക്കായിട്ടുള്ള വേസ്റ്റ് ബാസ്ക്കറ്റ് ആണ് കണ്ടത്. അപ്പൊ നമ്മുടെ നാട്ടിൽ വേസ്റ്റ് ബാസ്ക്കറ്റ് വന്നോന്നാണ് താങ്കളെ പോലെയുള്ള ഒരാളുടെ ഏറ്റവും വലിയ നമ്മുടെ നാട്ടിൽ ഇപ്പം ഒരാളിപ്പം പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ ഒരു ബൈക്കിൽ വന്ന ഒരാള് ഒരു ചപ്പറിയുന്നതിന് അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഇല്ല. പിന്നെ വേറെ എന്ത് സന്ദേശമാണ് താങ്കൾ കൊടുക്കുന്നത്? പിന്നെ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു നേച്ചറിനെ സ്നേഹിക്കുന്ന കുറെ പേര് നടത്തിക്കൊണ്ട് വരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ദീക്ഷിത എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പം അവരെനിക്ക് ഇറങ്ങാൻ നേരം കുറച്ച് ക്ലോത്തിന്റെ ബാഗും പിന്നെ ഒരു സീഡ് പെന്നും തന്നായിരുന്നു. ഈ ക്ലോത്തിന്റെ ബാഗ് എന്താ വെച്ചാൽ നമ്മളിപ്പം വഴി കാണുന്നവർക്ക് ഈ ക്ലോത്തിന്റെ ബാഗ് നമ്മൾ കൊടുക്കും. സൈക്കിളിൽ നിന്ന് ഇറങ്ങും. അത് ശരിയോ? വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന
എന്താ മോനെ എൻ്റെ പ്രധാനപ്പെട്ട നമ്മുടെ നാട്ടിൽ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന നിങ്ങളെപ്പോലെയുള്ള എന്താ പറയുക ഈ പിള്ളേർ സെറ്റൊക്കെ വളർന്നു വരികയാണെങ്കിൽ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര വലിയൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും, അതിലൊരു സംശയമൊന്നുമില്ല. ഇദ്ദേഹത്തിനൊരു യൂട്യൂബ് ചാനലുണ്ട്. ഇദ്ദേഹം എന്നോട് പറഞ്ഞു വെച്ചാൽ ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഇദ്ദേഹത്തിൻ്റെ ട്രാവൽ യാത്രകൾ അല്ലേ, ഇദ്ദേഹത്തിൻ്റെ ട്രാവൽ കാര്യങ്ങളെല്ലാം അതിൽ ഇദ്ദേഹം ഇടുകയും ചെയ്യും. എന്നാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇദ്ദേഹത്തിൻ്റെ ചാനൽ ലിങ്ക് കൊടുക്കാം. സത്യം പറഞ്ഞാൽ നമുക്ക് പിള്ളേരൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് വളരെ സന്തോഷമാണ്. വ്യത്യസ്തമായിട്ടുള്ള ആശയം വേണം. ചില സമയത്ത് പിള്ളേരൊക്കെ എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറയും ഇപ്പോൾ പഠിക്കുമെന്ന് പറയും. പക്ഷേ ഇദ്ദേഹം പഠിക്കുന്നുണ്ടോ? പഠിത്തമൊക്കെ എങ്ങനെയാ ഇപ്പോൾ പോണത്? എന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ രാത്രി സമയങ്ങളിൽ ചിലപ്പോൾ 2 ദിവസം എഡിറ്റിംഗ് ആയിരിക്കും, ചിലപ്പം 3 ദിവസം നമ്മുടെ ഓൺലൈനിലെ ക്ലാസ് ഞാൻ കാണുമായിരിക്കും നമ്മുടെ ഫോണിൽ. അപ്പൊ വീട്ടുകാരൊക്കെ അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്? വീട്ടുകാരൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ആണല്ലേ? ഓക്കെ. എന്തായാലും നമുക്ക് ഇതാ രാത്രി സമയങ്ങളിലൊക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഏതെങ്കിലും ഹോട്ടലിലാണോ താമസിക്കുന്നത്, അതോ എങ്ങനെ? എൻ്റെ പരിപാടി ഞാനാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഓയിലിലെ പെട്രോൾ പമ്പിലാണ് താമസിക്കുന്നത്. ഇന്ത്യൻ ഓയിൽ മാത്രമല്ല, പെട്രോൾ പമ്പിലാണ് നമ്മൾ ടെന്റ് അടിക്കുന്നത്. അപ്പോൾ അവരോട് ആദ്യം പെർമിഷൻ ചോദിക്കും. പെർമിഷൻ ചോദിച്ചാൽ അവർ സമ്മതിച്ചാൽ ഞാൻ അവിടെ ടെന്റ് അടിക്കും. അല്ലാണ്ട് ഹോട്ടലിലൊന്നും റൂം എടുക്കില്ല. ഹോട്ടലിലൊക്കെ പൈസ ഇല്ല. ഓ, ഇതാണല്ലേ ആ പറഞ്ഞത് ബാഗ്? ഇതാണ് ആ ബാഗ്. അപ്പൊ ഇത് പോകുന്ന വഴിക്ക് ആളുകൾക്ക് നേച്ചറെ സ്നേഹിക്കുന്ന നേച്ചറിനെ സ്നേഹിക്കുന്ന ആൾക്കാർ കൊടുക്കുക എന്ന് വെച്ചാൽ ഇത് വേറൊരു ഉപകാരം എന്ന് വെച്ചാൽ നമ്മളിപ്പം പ്ലാസ്റ്റിക് കവറാണെങ്കിൽ എളുപ്പം വെച്ചാൽ നമ്മളിപ്പം ഒരു കടയിൽ പോവാണെങ്കിൽ തന്നെ പ്ലാസ്റ്റിക് കവർ ഇപ്പം എളുപ്പം പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും. പൊട്ടിപ്പോവല്ല, പ്ലാസ്റ്റിക് കവർ എളുപ്പം പോകും, എളുപ്പം പ്ലാസ്റ്റിക് കവർ പോകും. അതുമല്ല നമുക്കാണെങ്കിൽ ഇത് കടയിൽ പോകുന്ന സമയത്ത് ഈ ബാഗ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ചെളി വല്ലതും ആയാൽ നമുക്ക് വീട്ടിൽ ഒന്ന് കഴുകിയെടുക്കാവുന്നതാണ്. ആ ഒരു സന്ദേശം കൂടെ ഇതാക്കുന്നുണ്ട്. പിന്നെ പേന എവിടെയെന്ന് കാണിച്ചു? ഇതാണ് ദീക്ഷിതയുടെ സീഡ് പെൻ. ഓ, ദീക്ഷിതയുടെ സീഡ് പെൻ. ഓ, അപ്പൊ ഇത് ഫുള്ളായിട്ട് പേപ്പറും കൊണ്ട് ഉണ്ടാക്കിയത്. അപ്പൊ ഇത് ആരുണ്ടാക്കിയെന്ന് വെച്ചാൽ ഇത് നമ്മൾ അംഗവൈകല്യമുള്ള ആൾക്കാരുണ്ടാക്കുന്നതാണ് ഈ പേനയൊക്കെ. അപ്പൊ ഇത് ഫുള്ളോടെ പേപ്പറാണ്. പിന്നെ ഇവിടെ ആയിട്ടൊരു സീഡ് ഉണ്ട്. നമ്മളിപ്പം വലിച്ചെറിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഒരു പ്ലാസ്റ്റിക് പേന അതിന്റെ എഴുതിയിട്ട് നമ്മൾ മഷി കീർന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ അത് എടുത്തു കളയുകയാണെങ്കിൽ, അപ്പം ഈ പേന ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇത് നമ്മള് എഴുതി ഇതിന്റെ മഷി ഫുള്ളും തീർന്നു, അപ്പൊ നമുക്ക് ഇത് ഉപകാരമില്ല. അപ്പൊ നമ്മൾ വലിച്ചെറിഞ്ഞു, സ്ഥലത്തോട്ട് വലിച്ചെറിഞ്ഞു. അപ്പൊ അവിടെ ഒരു മഴയോ വല്ലോ മഴ പെയ്യണമെന്നില്ല. അപ്പൊ അവിടെ തന്നെ കിടന്ന് ഇത് ഈ പേപ്പറിൽ ഇളകി പോയിട്ട് ഒരു വിത്തുണ്ട്, ഈ സൈഡിൽ ഒരു വിത്തുണ്ട്. അപ്പൊ ഈ വിത്ത് കിളുത്തിട്ട് അവിടെ ഒരു ചെറിയൊരു ചെടി. അപ്പൊ ഇതൊക്കെ നടന്ന നാട്ടുകാരെയൊക്കെ മൊത്തം ഈ ചെറുപ്പത്തിൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. 15 വയസ്സാകുന്നുള്ളൂ നമ്മുടെ പിള്ളേരുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ്. സത്യം പറഞ്ഞാൽ എപ്പോഴും വീട്ടിൽ ഗെയിമൊക്കെ കളിച്ചിരിക്കുക, എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കൊച്ചു പിള്ളേരുണ്ട്. അവരിൽ നിന്നൊക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആണ് ഷോൺ. അതാണ് ഷോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ 2 സാധനങ്ങളും ഒന്ന് പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടുകാരുടെ സമൂഹത്തോടു കൂടിയാണ് സൈക്കിൾ യാത്ര. ചപ്പ് പെറുക്കി ഒരു കേരള യാത്ര. പിന്നെ ഷോൺ എന്നോട് പറഞ്ഞത് ഇതാണ് കേട്ടോ, ഷോൺ ഇതല്ലേ താമസിക്കുക? ഇത് സത്യം പറഞ്ഞാൽ പുള്ളി നേരത്തെ എന്താ പറയാ, ഒരു ഹോട്ടലിലും പുള്ളി താമസിക്കില്ല. ഇന്ത്യൻ ഓയിലിന്റെ പമ്പിൽ കയറിയിട്ട് ഞാനിവിടെ കിടന്നോട്ടെ എന്ന് ചോദിക്കും അല്ലേ, എന്നിട്ട് ഇവിടെ താമസിക്കണം. എന്തായാലും പിന്നെ വേറെ ഇൻസ്പയർ ചെയ്ത കാര്യം, ഇത് ഹോട്ടലിലൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ ഒരുപക്ഷെ ഇനി ഈ നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ അങ്ങോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഷോണിന്റെ നമ്പർ എന്തായാലും വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഇടാം. പുള്ളി എന്നോട് പറഞ്ഞ വളരെ ഇൻസ്പയറിംഗ് ആണ്. നമ്മുടെ നാട്ടുകാരും സപ്പോർട്ടാണ്. കാരണം ഹോട്ടലിൽ കയറിയ ആൾക്കാർ ഭക്ഷണം കഴിച്ചാൽ പൈസ ഒന്നും മേടിക്കില്ലല്ലേ? കൊടുത്താലും മേടിക്കത്തില്ല. എന്റെ നമ്പർ മേടിക്കും, എന്റെ കൂടെ ഇന്നൊരു സെൽഫി എടുക്കും. ആണല്ലേ? ഞാൻ ഇത് മതി, നീ പോയിക്കോ, പൈസ ഒന്നും വേണ്ട. ഓ, നമ്മുടെ നാട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പം എന്തായാലും വളരെ സന്തോഷം മോനെ. ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഈ യാത്ര ചെയ്യുന്നതോടൊപ്പം പഠിക്കുക, പഠിച്ചും ഒരു ലൈഫിൽ ഒരു വലിയ ഫോക്കസ് ഉണ്ടാകട്ടെ അല്ലേ? നമുക്ക് പഠിപ്പില്ല ഒരു കാര്യം മുന്നോട്ട് പറ്റില്ല. എന്ന് വെച്ചാൽ പഠിപ്പെന്നാണുള്ള നമ്മുടെ മെയിൻ, പഠിപ്പ് മെയിൻ. അതിലൂടെ ഒരു സൈഡിൽ കൂടെ ഒരു യൂട്യൂബ് ചാനൽ, പിന്നെ നമ്മുടെ നേച്ചർ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു നേച്ചറിനെ ഇഷ്ടപ്പെടുക. നമ്മളിപ്പോ ഓരോ മാസം കൂടുമ്പോൾ ഓരോ എന്ന് വെച്ചാൽ പനികളാണ് വരുന്നത്. അസുഖങ്ങളാണ്. അത് ഇതുപോലൊക്കെയാണ് ഉണ്ടാകുന്നത്. വേസ്റ്റ്. ഞാൻ ഇപ്പം ആലപ്പുഴ ബീച്ച് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ റോഡ് സൈഡ് ഫുള്ളും ആനിമൽസിന്റെ വേസ്റ്റ് ആണ് കിടക്കുന്നത്. എന്ന് വെച്ചാൽ വളരെ ദുർഗന്ധമായ ഒരു സ്മെല്ലാണ്. അപ്പം അതൊക്കെ സഹിച്ചാണ് അതുവഴിയൊക്കെ ഓരോരുത്തരും വണ്ടി ഓടിക്കുന്നത്. എന്നാലും വളരെ സന്തോഷം കാണാൻ പറ്റിയതിൽ. വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള പയ്യൻ, ഞാൻ നേരത്തെ നമ്മുടെ പ്രിയ സുഹൃത്ത് കാർത്തിക് സൂര്യയുടെ ഇൻസ്പിറേഷനാണ് മൂപ്പർക്കുള്ളത്. എന്തായാലും മൂപ്പര് ഇത് യാത്ര തുടരട്ടെ. ഇദ്ദേഹം നമുക്കൊരു റോൾ മോഡലാക്കാം. നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളൊക്കെയാണ് ഇദ്ദേഹത്തെ റോൾ മോഡലാക്കുക. കാരണം
15 വയസ്സാകുന്നേയുള്ളൂ അദ്ദേഹത്തിന്. എങ്കിലും ആ ചിന്താഗതി വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയാണ്. എന്തായാലും വീണ്ടും കാണാം കേട്ടോ. ബൈ.